അസ്സലാമലൈക്കും. നമ്മൾ വീട് ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ അല്ലേ. ഞാൻ ഈ മാസം വളരെ മോശം ആയിരുന്നു. കാരണം ഈ മാസം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വീഡിയോ എടുക്കലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ളൂ. ഇന്ന് രാവിലെ നേരത്തെ കാലത്ത് ജിമ്മിൽ പോയിട്ട് നേരത്തെ കാലത്ത് തിരിച്ച് വന്നു. ഇന്ന് എനിക്ക് ജിമ്മിൽ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, ദീപ. അപ്പോൾ ഇന്ന് അവൾ എന്നെ സ്കൂട്ടിയിലൊക്കെ കൊണ്ടുപോയി ഞങ്ങളങ്ങനെ ജിമ്മിലൊക്കെ ഇന്ന് വേഗം തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി സാധാരണ ഞാൻ ജിമ്മിലേക്ക് പോകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തിരിച്ച് വരുന്ന കാരണം കൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മളെന്തായാലും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണതേ ദോശ ഉണ്ടാക്കാമെന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഞാൻ ദോശൻ്റെ ഇൻസ്റ്റൻറ്റ് മാവ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ മാസത്തെ ഷോപ്പിംഗ് നമ്മൾ നെസ്റ്റോയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ദോശമാവ് വാങ്ങിച്ചിരുന്നു. ഈ ദോശമാവ് നല്ല രസമാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിക്കൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അയ്യോ, ഞാനൊരു സായിക്കുട്ടി മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇത്ര കുറച്ച് മതിയാവും. ബാക്കിയുള്ള ദോശമാവിന് നമുക്ക് ഇങ്ങനെ ഈ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു വെക്കാം കേട്ടോ. ഈ ക്ലിപ്പ് നല്ല യൂസ്ഫുള്ളായൊരു സംഭവമാണ്. നമുക്കിത് വേറെ പാത്തിക്കൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് മാവുണ്ട്, അത് നമുക്ക് മാറ്റാം. യെസ്, ദോശൻ്റെ ഈ ചട്ടി ചൂടാവുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് തേങ്ങ പൊട്ടിക്കാനുള്ള സമയം കിട്ടുള്ളൂ. തേങ്ങ പൊട്ടിച്ചിട്ട് കുറച്ച് ചിരവി വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ദോശയും ചട്നിയും ഒപ്പം ഉണ്ടാക്കാം. ഇന്ന് കുറച്ച് പണികളുണ്ട്. എന്നിട്ട് പൊട്ടിക്കൂട് തേങ്ങ. ജിമ്മിൽ പോയിട്ട് ഞാൻ വല്ലാണ്ട് വെയിറ്റ് എടുക്കും, പക്ഷേ ഈ തേങ്ങ പൊളിക്കുന്ന സാധനം എനിക്ക് ഇപ്പോഴും അറിയില്ല. തേങ്ങേൻ്റെ വെള്ളം നമുക്ക് സംഭരിക്കാം കേട്ടോ. ഞാനത് നിലത്ത് വെച്ചപ്പോഴേ എൻ്റെ ഫുള്ള് വെള്ളം പോയി. ഷോ, കുറച്ചൊരു വെള്ളം കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നും കൂടി വെട്ടി. യെസ്, കഴിഞ്ഞു. വലിയ രസമല്ല, പച്ചവെള്ളം പോലെ ഉണ്ട്. ഗൈസ്, ഇവിടെ ഒരു അബദ്ധം പറ്റി. നമ്മളെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ കറണ്ടും ഇല്ല, ഇൻവെർട്ടറും ഇല്ല. അപ്പോൾ ഒരാൾക്ക് ഇന്ന് സ്കൂളിൽ പോകുമ്പോൾ എത്ര കറണ്ട് ഇല്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് പോകാത്ത ആദ്യത്തെ വ്യക്തി ആയിരിക്കും. അതെ, തലേ ദിവസം യൂണിഫോം വാങ്ങിച്ച് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചുളിഞ്ഞ് യൂണിഫോം ഇട്ടിട്ട് പോയിക്കോ, സ്കൂൾ മുടക്കാൻ പറ്റില്ല. സ്കൂൾ അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയാൻ പോകും. അങ്ങനെ കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിന്ന് പുറത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇത് വെട്ടവും വെളിച്ചവും കണ്ടിട്ട് കഴിക്കാനായി. അല്ലെങ്കിൽ നമ്മൾ അകത്തുനിന്നേ പുറത്തേക്ക് തന്നെ വരാറില്ല. നമ്മൾ ഇങ്ങോട്ട് താമസം മാറി വന്നിരുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തിരുന്നിട്ടൊക്കെ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ്ടായി. ഇപ്പോൾ എന്തായാലും ഇന്ന് കറണ്ടും ഇല്ല, ഇൻവെർട്ടറും ഇല്ല. അത് കാരണം കൊണ്ട് വെളിച്ചം കിട്ടണമെങ്കിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ട് തന്നെ ഇരിക്കേണ്ട അവസ്ഥ വന്നു. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എത്തി. അപ്പോൾ നമ്മൾ നല്ല ദോശയുണ്ട്, ചട്നി അരക്കാൻ കറണ്ടില്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഇന്ന് ബട്ടർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എടാ നോക്കൊക്കെ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മളെ കാക്കയാണ് കേട്ടോ. ഞാൻ പറയാറില്ല, വീഡിയോ എടുക്കുമ്പോൾ പേന്ന് കരയുന്നു. ആ കാക്കക്ക് എന്തോ പറ്റിയിരിക്കണമെന്ന് മിണ്ടണില്ല. കാക്കനെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ട് പരിഹസിച്ചപ്പോഴേ കാക്കൻ്റെ നാണക്കടയിൽ തോന്നുന്നു. ഇന്ന് കാക്ക തൊള്ള വറക്കുന്നില്ല, അല്ലെങ്കിൽ കാക്ക ഒരു സമാധാനം തരില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ടോ. ഞാൻ അങ്ങനെ നമ്മളെ സായ്ക്കുട്ടിയൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഒരു നോട്ട് ബുക്ക് ഉണ്ടല്ലോ, ഇതിൽ ഞാൻ എൻ്റെ വരവ് ചിലവ് കണക്കുകൾ എഴുതി വെക്കും. അപ്പോഴുള്ളൂ നമുക്ക് മാസം അവസാനം എന്തായി എന്നുള്ള ആ ഒരു, ഞാൻ മാസത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് എഴുതി വെക്കുക. മാസത്തിൻ്റെ അവസാനം ഈ കണക്കുകളൊക്കെ ശരിയായോ എന്നുള്ളൊരു കാര്യം കൂടി നോക്കി വെക്കും കേട്ടോ. ഒരു വരവ് ചിലവുകൾ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമുക്ക് നമ്മളൊരു ആ ഒരു എന്താ പറയുക, വരവിനനുസരിച്ചല്ലേ ചിലവ് നടത്താൻ പറ്റുള്ളൂ എന്നല്ലേ പറയണത്. അപ്പോൾ കുറച്ച് പൈസ നീക്കി വെക്കണം, കുറച്ച് പൈസ ചിലവിനെടുത്ത് വെക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ കണക്ക് എഴുതി വെക്കലാണ് ഇതിൻ്റെ അടുത്ത പരിപാടി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേറൊരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. എനിക്ക് ആമസോണിൽ നിന്നൊരു പാർസലാണ് കേട്ടോ. നമുക്കിത് തുറന്ന് നോക്കിയിട്ട് ഇത് എന്താണെന്ന് നോക്കി വെക്കാം. അപ്പോൾ ഇതാണ് എവർട്ടിൻ്റെ ബോഡി ഹെയർ റിമൂവർ ക്രീം കേട്ടോ. ഇത് നമുക്ക് ഈ കയ്യിലും കാലിലും ഒക്കെ അമിതമായ രോമമുളച്ചുള്ള സ്ത്രീകൾ ഉണ്ടാവില്ലേ, അവർക്ക് സേഫായിട്ട് യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെയർ റിമൂവർ ക്രീമാണിത്. ഈ ഒരു ഹെയർ റിമൂവർ ക്രീം ഉണ്ടല്ലോ, ഉപയോഗിക്കാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മൾ ഏത് ബോഡി പാർട്ടിലാണോ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് ആ ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഈ ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പാച്ചുല കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റെല്ലാ ഹെയർ റിമൂവർ ക്രീമിനെ കാട്ടിപ്പോയി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിൻ്റെ സാധാരണ ഹെയർ റിമൂവർ ക്രീമിൻ്റെ ആ ഒരു ഹാർഷ് സ്മെല്ലുണ്ടല്ലോ, അത് ഇതിനില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ റിമൂവർ ക്രീമിൽ സ്ട്രോബെറിയുടെയും വൈറ്റമിൻ ഇൻ്റെയും ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ ക്രീം അപ്ലൈ ചെയ്ത ശേഷം ഒരു 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന ഈ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഈ ക്രീം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹെയർ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിലെ ഹെയർ നല്ല വൃത്തിയായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ബിഫോർ ആഫ്റ്റർ എഫക്റ്റ് നല്ല വിസിബിളായിട്ട് കാണാനില്ലേ. അപ്പം ഇനി ആരെങ്കിലും നമുക്ക് സേഫ് ആയിട്ട് ബോഡി ഹെയർ റിമൂവ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഈ എവർട്ടിൻ്റെ ബോഡി ഹെയർ റിമൂവ് വാങ്ങിക്കാം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്യാം. കൂടാതെ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ തുണികൾ വിരിച്ചിടാൻ നിൽക്കാണ് കേട്ടോ. എനിക്ക് ശരിക്കും 1, 2, 3, 4, 5 അയലുകളുണ്ട്. ഈ 5 അയലും ഞാൻ അലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തുണികളുണ്ടാവും. എനിക്കൊരു മാസം ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ വലിയൊരു ബോട്ടിൽ വാങ്ങിക്കും ലിക്വിഡ്. ഈ 5 ലിറ്ററും ഞാൻ ഒരു മാസം കൊണ്ട് എനിക്കൊരു മാസം തികയേണ്ട അതിൻ്റെ മുമ്പേ തീർക്കും. എനിക്ക് ഈ അലക്കുന്നൊരു ഭ്രാന്തായ കാരണം കൊണ്ടേ എപ്പോഴും ഇങ്ങനെ അലക്കണം. ഒരു ഡ്രസ്സ് ഒരു നേരം ഇട്ടാൽ പോലും അപ്പം അലക്കും. അങ്ങനെ ഒരു അലക്കുന്നതാവും. എനിക്ക് ഈ അലക്കുന്നൊരു ഭ്രാന്ത് കുറച്ച് കൂടുതലാണ്. ഇനി ഈ ഡ്രസ്സുകളൊക്കെ എടുക്കണം. എടുത്തിട്ട് മടക്കി വെക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. അങ്ങനത്തെ പ്രശ്നമില്ല, അതുപോലെ പരിഹരിക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സായിക്കുട്ടി കൂടി വരണം കേട്ടോ. സായിക്കുട്ടിയുടെ ഡ്രസ്സ് സായിക്കുട്ടി മടക്കിക്കാം. ഇത്രയും ഡ്രസ്സുകൾ അലക്കണതും ഓക്കെ, പക്ഷേ ഈ ഡ്രസ്സ് മടക്കി വെക്കുന്ന ജോലി അത് കുറച്ച് ബുദ്ധിമുട്ട് ജോലിയാണ്. ഈ ഹോം നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അപ്പൂപ്പന് ബോധമില്ലാതെ കിടക്കുന്നു. തുണികൾ മടക്കി വെക്കുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടേ അഹാന കൃഷ്ണൻ്റെ പുതിയ വീഡിയോ ഇല്ല, വിവാദമായ വീഡിയോ, അതവിടെ ഓഡിയോ ഓണാക്കിയിട്ടേ മടക്കി വെച്ചു. അപ്പോൾ തുണികൾ എങ്ങനെ മടങ്ങിയെന്ന് ഞാൻ തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ തുണി മടക്കിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടു, ഞാൻ ഇന്ന് കിടന്നുറങ്ങി. പിന്നെ സായിക്കുട്ടി സ്കൂളിട്ട് വന്നു. അങ്ങനെ നേരമായി കേട്ടോ. ഇനി നമുക്ക് നമ്മളെ രാത്രിക്കത്തെ വിശേഷങ്ങൾ കാണാം. ഇനിയിപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ, ഇനി കുറച്ച് രാത്രി വിശേഷങ്ങൾ കാണാം കേട്ടോ. രാത്രി ഞങ്ങൾ ഫുഡ് എന്തൊക്കെ സായിക്കുട്ടിയെ ഒരു ടീഷർട്ട് ഇടാനോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ടീഷർട്ട് ഇടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ടീഷർട്ട് കൊണ്ട് ഇങ്ങനെ തലയണൊക്കെ കേട്ടില്ല പോലെ ഇടുന്നത്. അങ്ങോട്ട് ഇട്ടുകൂട് കുഞ്ഞെ, വലിയ കുട്ടിയായിക്കണമെങ്കിൽ ടീഷർട്ട് ഇടാനൊന്നും വീഡിയോയിൽ വരാൻ പാടില്ല. ഓക്കെ. സായിക്കുട്ടിക്ക് നൂഡിൽസും എനിക്ക് പുട്ടുമാണ് കേട്ടോ. മറ്റേ ഇന്നത്തെ ഞങ്ങളെ ഡിന്നറില്ലേ. സാധാരണ ഞാനേ രാത്രി ഉറങ്ങുമ്പോൾ ഫുഡ് കഴിക്കാതെയാണ് ഉറങ്ങാറ്. പക്ഷെ ഞാനൊന്നേ ഉച്ചയ്ക്ക് ഒരൊറ്റ ഓംലെറ്റ് മാത്രമേ കഴിച്ചത് കേട്ടോ. അപ്പോൾ രാത്രി വല്ലാണ്ട് വിശക്കുന്നുണ്ട്. പിന്നെ രാവിലെ തൊട്ട് ജിമ്മിക്കൂരി വർക്കൗട്ട് ചെയ്യുമ്പോഴേ ആകെ ക്ഷീണമാവും. അതുകൊണ്ട് രാത്രി ഒരു പുട്ട് കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയാണ് സമയം. ഞങ്ങളൊരു 9:30 മണിയാകുമ്പോഴാണ് കിടക്കാൻ പോവുക. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് യൂണിഫോം അയൺ ചെയ്ത് വെക്കണം. എനിക്ക് നാളെ ജിമ്മിൽ പോകാൻ ഡ്രസ്സ് എടുത്ത് വെക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. എൻ്റെ സായിക്കുട്ടി നാളത്തേക്ക് പോകാൻ യൂണിഫോം അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഞങ്ങൾ ഇന്ന് തന്നെ പോകുമ്പോൾ കറണ്ട് രാവിലെ ഉണ്ടാവിൻ്റെ എൻ്റെ കുട്ടി യൂണിഫോം അയൺ ചെയ്യാതെ പോയത്. ഇന്ന് ഞങ്ങൾ പറ്റിക്കൂല അല്ലേ സായിക്കുട്ടിയെ. അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് പോകാനുള്ള ഡ്രസ്സ് ഇവിടെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നും ഇതിട്ടുണ്ടാവും തോന്നും. ചിലപ്പോൾ ഞാൻ അത് മാറ്റും. എന്നാലും ഞാനിവിടെ ഒരു സേഫ്റ്റിക്ക് ഒരു ഡ്രസ്സ് ഇവിടെ എടുത്തു വെക്കും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ കുറച്ച് നേരം ഞാനൊരു സായിക്കുട്ടി സിറ്റൗട്ടിൽ പോയിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കും. ജിമ്മിൻ്റെ ബാഗ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. രാവിലെ അത് അവിടെ തന്നെ ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ടേ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത നല്ല വിശേഷവുമായിട്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.